ഇവിടയിൽ കുറച്ച് കാര്യങ്ങൾ പറയാം. എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ബംഗ്ലാദേശിൻ്റെ വിഷയത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. കാരണം ഇപ്പോൾ നിലവിൽ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു വിഷയമാണ് ബംഗ്ലാദേശ്. അവിടെ പ്രതിഷേധം ആളിക്കത്തുകയാണ്. അതായത് ഒരു സമയത്ത് ഇതേ സെയിം ബംഗ്ലാദേശ് ഈ ഷെയ്ഖ് ഹസീന എന്ന് പറഞ്ഞ ഈ ഒരു നേതാവിനെ അവരുടെ രാജ്യത്ത് നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ വധിക്കാൻ വേണ്ടിയിട്ടൊക്കെ വലിയ രീതിയിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയ ആ ഒരു ജനത ഇന്ന് തിരിച്ചറിവോടുകൂടി വീണ്ടും ഷെയ്ഖ് ഹസീന തന്നെ വരണം എന്നുള്ള നിലയിൽ അവാമി ലീഗ് പാർട്ടിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പല ആൾക്കാരും രോഷ പ്രകടനങ്ങളാണ്. ഓക്കെ, ഇനിയിപ്പോൾ എന്താണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് ഹസീനയുടെ മേളിൽ കുറച്ച് ചാർജസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്താണ് ചാർജസ്? തീർച്ചയായിട്ടും യൂനസിൻ്റെ സർക്കാരാണ് അവിടെ ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഷെയ്ഖ് ഹസീനയുടെ മേളിൽ ഉള്ള ചാർജുകളൊക്കെ അവർ ശരിവെച്ചുകൊണ്ടുള്ള കോടതി വിധിയാണ് അവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പം കോടതി വിധി വരുന്ന ദിവസമാണ് ഇന്ന്. കോടതി വിധി വന്നു. ഷെയ്ഖ് ഹസീന കുറ്റക്കാരിയാണെന്നുള്ള കോടതി വിധിയാണ് വന്നിരിക്കുന്നത്. ഈ വിധി വരുന്നതിനെ ചൊല്ലിയാണ് അവാമി ലീഗുമായിട്ട് ബന്ധപ്പെട്ട അനുയായികളും അതുപോലെ തന്നെ ഈ യൂനസ് ഗവൺമെന്റ് കാണിക്കുന്ന കുറച്ച് കൊള്ളരുതായ്മകളും ഇതെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് പൊതുജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുന്നത്. ഇതാണ് ഫാക്റ്റ്. പിന്നെ ഇതിനെ അവാമി ലീഗ് പാർട്ടിയുടെ അനുയായികളാണ് ആ രീതിയിൽ മാറ്റി തീർക്കാൻ വേണ്ടിയിട്ട് യൂനസിന്റെ ഗവൺമെന്റ് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ യൂനസിന്റെ ഗവൺമെന്റിന് ഒപ്പം നിൽക്കുന്നത് തീവ്രവാദികളാണ്. അവർ ഈ കുറച്ച് സ്റ്റുഡൻസ്, ഈ ജമാഅത്ത് ഇസ്ലാമി, അതേപോലെ തന്നെ അവിടുത്തെ കുറച്ച് ഇസ്ലാമിക സംഘടനകളുണ്ട്. ഈ അവരെല്ലാം തന്നെ വലിയ തീവ്ര നിലപാടുള്ള ആഗോളതരത്തിലുള്ള ഇസ്ലാമിക സംഘടനകളുമായിട്ടൊക്കെ ബന്ധം പുലർത്തുന്ന അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. അതിൽ എണ്ണി പറഞ്ഞു കഴിഞ്ഞാൽ ജയ്ഷ് തൊട്ട് ലഷ്കർ തൊട്ട് അൽ ഖൈദ തൊട്ടുള്ള എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് ജമാഅത്ത് ഇസ്ലാമിയാണ് ലീഡ് ചെയ്ത് യൂനസിനെ അവിടെ തലപ്പത്ത് വെച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കുന്നത്. പക്ഷേ സ്റ്റുഡൻസ് ഗ്രൂപ്പിലുള്ള ഒരു പറ്റം ആൾക്കാരാണ് ഇപ്പോഴത്തെ സർക്കാരിനെ മുന്നോട്ട് നയിക്കുന്നത്. ഇവരെല്ലാം തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ വലിയ രീതിയിലുള്ള ഇൻഫ്ലുവൻസിലുള്ള ആൾക്കാരാണ്. അതാണ് നിലവിലെ ബംഗ്ലാദേശിന്റെ യൂനസിന്റെ ഗവൺമെന്റിനെ കുറിച്ച് നമുക്ക് പറയാനുള്ള ഡെഫിനിഷൻ. ഷെയ്ഖ് ഹസീനയുടെ മേളിൽ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചാർജസ്, അപ്പോൾ അത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്പർ 1 ആയിട്ട് പറയപ്പെടുന്നത് പൊതുജനങ്ങൾക്ക് നേരെ വെടിയുതിർത്തത് ആണ് നമ്പർ 1. രണ്ടാമത്, കഴിഞ്ഞ ഓഗസ്റ്റിൽ നടന്ന കലാപത്തിൽ 1400 പേരോളം കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കലാപത്തിന് കാരണക്കാരി ഷെയ്ഖ് ഹസീന ആണെന്നാണ് രണ്ടാമത്തെ ചാർജ്. മൂന്നാമത്, ഗ്രൗണ്ട് അറ്റാക്കിനും എയർഫോഴ്സ് അറ്റാക്കിനും ഉത്തരവിട്ടത്. അതായത് ആർമി ഉപയോഗിച്ചുകൊണ്ട്, സ്റ്റേറ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ ഉപയോഗിച്ചുകൊണ്ട് ഗ്രൗണ്ട് ഫോഴ്സ് കം എയർ സ്ട്രൈക്ക്, ഈ രണ്ടിനും ഉത്തരവിട്ടത്. അത് സ്വന്തം ജനങ്ങൾക്കെതിരെ ഈ ഉത്തരവ് പുറപ്പെടുവിച്ചു എന്നുള്ള ഒരു ചാർജ് ഇവരുടെ മേലിലുണ്ട്. 4, ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ശബ്ദമുയർത്തുന്ന ആൾക്കാരെ നിശബ്ദരാക്കുന്ന രീതിയിലുള്ള കൊലപാതകങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു അലിഗേഷൻ. അങ്ങനത്തെ ഒരു ചാർജും കൂടി ഉണ്ട്. ഈ ഷെയ്ഖ് ഹസീനയെ എതിർത്ത് നിൽക്കുന്ന ആൾക്കാരെ ഇല്ലായ്മ ചെയ്യുന്നുണ്ടല്ലോ. ഇല്ലായ്മ ചെയ്യുന്നതിനോടൊപ്പം രേഖകൾ സഹിതം പൂർണ്ണമായിട്ട് വാനിഷ് ചെയ്ത് കളയുക, ബോഡി പോലും കിട്ടത്തില്ല, ആ രീതിയിൽ വാനിഷ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അലിഗേഷൻ, അതിന്റെ ചാർജ്. ചില സ്പെസിഫിക് ഏരിയ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആ ഏരിയയുടെ ഉള്ളിൽ ആക്രമണം നടത്തുന്നത്, ഗവൺമെന്റിന്റെ ഫോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ചില ഏരിയ, സ്പെസിഫിക് ഏരിയ ടാർഗറ്റ് ചെയ്ത് ആക്രമണം നടത്തി അതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചതിന്റെ പേരിലുള്ള ചാർജസ്. ഇത്തരം കുറ്റകൃത്യങ്ങളാണ് ഇവരുടെ മേളിൽ ചുമത്തിയിരിക്കുന്നത്. ഇതിനെ ശരിവെച്ചുകൊണ്ടുള്ള കോടതി വിധി ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ബംഗ്ലാദേശിൽ നിന്ന് കത്തുകയാണ്. അതാണ് യാഥാർത്ഥ്യം. ഇതിനകത്ത് പ്രധാനമായിട്ട് മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പം യൂനസിന്റെ ഗവൺമെന്റ് കലാപക്കാരെ കണ്ടാൽ വെടിവെക്കുക എന്നുള്ളൊരു ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. SNS എന്ന് പറയും. SNS-ന്റെ ഈ ഉത്തരവ് ഇപ്പം യൂനസിന്റെ ഗവൺമെന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതേ ഉത്തരവാണ് ഈ ഓഗസ്റ്റിൽ ഷെയ്ഖ് ഹസീന ഇതേ ഉത്തരവ് തന്നെയാണ് പുറപ്പെടുവിച്ചത്. പക്ഷേ അതേ ഉത്തരവാണ് ഇപ്പം യൂനസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. യൂനസിന്റെ ഗവൺമെന്റ് വന്നതിന് ശേഷം ഏതാണ്ട് 80ഓളം ആൾക്കാരെ യൂനസിന്റെ ഗവൺമെന്റിനെതിരെ ശബ്ദമുയർത്തിയതിന്റെ പേരിൽ, ഇവരുടെ കുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ചതിന്റെ പേരിൽ 80ഓളം ആൾക്കാരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ആ റെക്കോർഡും നിലനിൽക്കുന്നുണ്ട് ബംഗ്ലാദേശിൽ. ഇതൊക്കെ തന്നെയാണ് ജനങ്ങളുടെ ഇടയിൽ ഒരു തിരിച്ചറിവിന് സഹായകരമായത്. കാരണം യൂനസും വ്യത്യസ്തനല്ല. യൂനസ് ഒരു ഏകാധിപതിയെ പോലെ പെരുമാറുന്നു. യൂനസ് ഇലക്ഷൻ നീട്ടി വെച്ചുകൊണ്ട് ഈ രാജ്യത്തിനെ പൂർണ്ണമായിട്ട് ഒരു ഡിക്റ്റേറ്റർഷിപ്പിന്റെ മാതൃകയിൽ ഇരുന്ന് ഭരിക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ യൂനസിന്റെ താല്പര്യങ്ങളാണ്. അപ്പോൾ യൂനസ് ഇങ്ങനെ ഡിക്റ്റേറ്ററായിട്ട് ഒരു സർവാധികാരിയെ പോലെ ഇരുന്ന് ബംഗ്ലാദേശ് ഭരിക്കണം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിലൂടെ മത തീവ്രവാദം ആ രാജ്യത്തിൻ്റെ ഉള്ളിലേക്ക് കടത്തിക്കൊണ്ടുവരണം. ഏറ്റവും കൂടുതൽ പാകിസ്ഥാനുമായിട്ട് ബന്ധം പുലർത്തിക്കൊണ്ട് 1971 മുമ്പ് ഈ പാകിസ്ഥാൻ, ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് വിളിക്കപ്പെടുന്ന ഈ ബംഗ്ലാദേശിന്റെ ഉള്ളിൽ അവിടുത്തെ ജനങ്ങളോട് ഏത് തരത്തിലാണ് പെരുമാറിയിരുന്നത്, അവിടുത്തെ സ്ത്രീകളെ അവർ ഏത് രീതിയിലാണ് ഡീൽ ചെയ്തിരുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു ട്രാക്ക് റെക്കോർഡൊക്കെ അവിടെ ഉണ്ട്. ഇതൊന്നും വലിയ 1970 എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഇനിയും ഒരു ജനറേഷൻ അവിടെ ഉണ്ട്. ആ 1970 മുമ്പ് വിറ്റ്നസ്ഡ് ആയിട്ടുള്ള കുറച്ച് ജനറേഷൻ അവിടെ ഉണ്ട്. അപ്പോൾ അവരിൽ നിന്നൊക്കെ ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ആ ഒരു യുവതലമുറ ശരിക്കും ഷെയ്ഖ് ഹസീനയുടെ ആ ഒരു ഇമ്പോർട്ടൻസ് എത്രമാത്രമാണ് ബംഗ്ലാദേശിന് വേണ്ടത് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കുറച്ച് സ്റ്റുഡൻസ്, അതിലും ഗേൾസ്, അതുപോലെ തന്നെ ഈ തയ്യൽ സ്ഥാപനങ്ങളിൽ, ഈ ഗാർമെന്റ് ഫാക്ടറികളൊക്കെ പണിയെടുത്തുകൊണ്ടിരുന്ന സ്ത്രീകൾ, ഇങ്ങനെ ഒരു പറ്റം ആൾക്കാർ ഷെയ്ഖ് ഹസീനയുടെ ആ ഒരു ഭരണകാലത്ത് ബെനിഫിറ്റ് അനുഭവിച്ചിരുന്ന കുറേ ജനങ്ങളുണ്ട്. ആ ജനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ തെരുവിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്.
ഷേഖ് ഹസീന ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് ഡൽഹി എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോണാണ്, എനിക്ക് താമസിക്കാൻ ഒരു കുഴപ്പമില്ല, പക്ഷേ ഞാൻ ബംഗ്ലാദേശിലേക്ക് മടങ്ങി വരും, വൈകാതെ മടങ്ങി വരും എന്നുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ കൊടുത്തുകൊണ്ട് അവരുടെ അനുയായികൾക്ക് ഊർജ്ജം പകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. എന്തായാലും ബംഗ്ലാദേശിൽ നല്ല രീതിയിലുള്ള കലാപമാണ് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇന്ത്യ അതിനെ ക്ലോസ്ലി മോണിറ്ററിങ്. ഡൽഹിയിൽ നടന്ന ആ ഒരു പൊട്ടിത്തെറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിൻ്റെ കുറച്ച് ഡെവലപ്മെന്റ്സുകൾ ഈ 2-3 ദിവസം കൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിത് പുതിയതല്ല, നമുക്കിത് പഴയതാണ്. നമ്മളുടെ വ്യൂവേഴ്സിനും ഇത് പഴയ ഒരു ഇൻഫർമേഷൻ തന്നെയാണ്. കാരണം ഞാനിത് മുൻകൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. ബംഗ്ലാദേശിൻ്റെ സൈഡിൽ നിന്നാണ് ഇതിൻ്റെ ഗൂഢാലോചനകളും ഇതുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകളെല്ലാം തന്നെ നടന്നിരിക്കുന്നത് എന്നുള്ളത്. ഇപ്പം നിലവിൽ NIAയുടെ അന്വേഷണം എത്തിച്ചേരുന്നതും ആ രീതിക്ക് തന്നെയാണ്. ബംഗ്ലാദേശിൻ്റെ സൈഡിൽ നിന്നുള്ള ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ച് വളരെ സൗണ്ട് ആയിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ചും ഈ സൈഫുല്ല കസൂരി, ലഷ്കറിൻ്റെ തീവ്രവാദിയായിട്ടുള്ള ആ ഭീകരൻ, അതിലുപരിയായിട്ട് ജയ്ഷിൻ്റെ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെല്ലാം ഇതിനകത്തുണ്ട്. ഇവരെല്ലാവരും കൂടി ചേർന്ന് ബംഗ്ലാദേശിൻ്റെ ഉള്ളിലുള്ള ഹിസ്ബുത്ത് ഉൽ തെഹ്രീർ എന്നൊക്കെ പറഞ്ഞുള്ള സംഘടനകൾ, ജയ്ഷെ മുഹമ്മദിൻ്റെ ടീമുകൾ, ഇതെല്ലാം തന്നെ ചേർന്നിട്ടാണ് ഈ പ്രവൃത്തി നടത്തിയിരിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ വരുന്നത്. ഇതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇപ്പം ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനെ കുറിച്ചുള്ള ഒരു അലിഗേഷനായിട്ട് ബംഗ്ലാദേശിൻ്റെ ഉള്ളിൽ ഓപ്പോസിറ്റ് പാർട്ടികൾ, അതായത് യൂനസിനെതിരെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അതിന് നമ്മൾ ആ രീതിക്ക് മുഖവിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല, സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം 40 ടൺ വെടിമരുന്ന് പാകിസ്ഥാൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ മേടിച്ചില്ലേ, അതെവിടെ എന്നുള്ളൊരു ചോദ്യമാണ് ഒരു ഓപ്പോസിറ്റ് ലീഡർ ഉയർത്തിയിരിക്കുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു അലിഗേഷനാണ്. 40 ടൺ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള കപ്പാസിറ്റി ബംഗ്ലാദേശിന് ഇല്ല. കാരണം ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷനിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്നതാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം അമോണിയം നൈട്രേറ്റ് മാത്രമല്ല, ഇത് എക്സാക്ട്ലി അമോണിയം നൈട്രേറ്റ് മാത്രമായിട്ടുള്ള ഒരു മിക്സർ അല്ല അവിടെ ഉണ്ടായിരുന്നത്. ശരിക്കും ഡൽഹിയിൽ പൊട്ടിത്തെറിച്ചത് തന്നെ ഏതാണ്ട് 40 മുതൽ 50 കിലോയ്ക്ക് ഉള്ളിലാണ് ആ ഒരു ക്വാണ്ടിറ്റി എന്നാണ് ഇപ്പോൾ പറയുന്നത്. 360 കിലോ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ച ക്വാണ്ടിറ്റിയിലല്ല ആ കാറിൻ്റെ ഉള്ളിൽ ലോഡ് ചെയ്തിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ മാറി മറിയുകയാണ്. അപ്പോൾ ഇതിനകത്ത് TATP എന്ന് പറഞ്ഞ ഒരു മിശ്രിതമാണ് ഈ പൊട്ടിത്തെറിക്കാൻ വേണ്ടി വെച്ചിരുന്ന ആ ഒരു സംഗതി എന്നാണ് ഇപ്പോൾ പൊതുവിൽ പുറത്ത് വാർത്തകൾ വരുന്നത്. അതിൻ്റെ ശാസ്ത്രീയ നാമമൊന്നും ഞാനിവിടെ പറയുന്നില്ല, അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ഒരു പ്രൊമോഷനായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് ഈ വാർത്ത കേൾക്കുന്നതിൽ ആരെങ്കിലും അതിനകത്ത് ഇൻസ്പയർ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ പേരുകളൊക്കെ ഒഴിവാക്കുകയാണ്. ഇത് ശരിക്കും ഈ TATP പൊട്ടിത്തെറിക്കാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിലുള്ള ചൂട് മതി. ഇത് അമോണിയം നൈട്രേറ്റ് എന്നുള്ള നിലയിലാണ് ഇവർ കൊണ്ടുപോയി കെയർലെസ് ആയിട്ട് ഇവർ സൂക്ഷിച്ച് വെച്ചത്. കെയർലെസ് എന്നല്ല, അവർ സാധാരണ സൂക്ഷിക്കുന്ന രീതിയിൽ കൊണ്ട് സൂക്ഷിച്ച് വെച്ചത്. അപ്പോൾ ഒരു മുറിക്കകത്തവർ സേഫായിട്ട് ഇത് അടച്ചു പൂട്ടി. ആ മുറി ആ ഒരു സമയം കൊണ്ട് തന്നെ ഇച്ചിരി വാമായിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ സാധനം അവിടെ ഇരുന്ന്, കാരണം ഇവർക്ക് അറിയത്തില്ലല്ലോ ഇത് ഏത് ടെമ്പറേച്ചറിൽ ഇത് കീപ്പ് ചെയ്യണം എന്നുള്ളത്. സാധാരണ റൂം ടെമ്പറേച്ചറിൽ അവർ കൊണ്ട് വെച്ചിരുന്നു. റൂം ടെമ്പറേച്ചറിനും താഴെയുള്ള ടെമ്പറേച്ചർ ലെവലിൽ വേണം ഇത് കീപ്പ് ചെയ്യാൻ. ഇവർ ടോർച്ച് അടിച്ചപ്പോൾ ആ റൂമിൽ ഒരു സ്വിച്ച് ഇട്ടപ്പോഴത്തേക്കോ ആ ഒരു സാഹചര്യത്തിൽ എന്തോ ഒരു ഉഷ്ണം ആ റൂമിന്റെ താപനില അനുസരിച്ചോ ഇത് റിയാക്ട് ചെയ്ത് തുടങ്ങി. അങ്ങനെ റിയാക്ട് ചെയ്തപ്പോഴാണ് ഇത് പൊട്ടിത്തെറിച്ചതെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും ഇതാണ് സംഭവം. അമോണിയം നൈട്രേറ്റും കൂടി ഉണ്ട്, പക്ഷെ അതിനോടൊപ്പം ഈ സാധനം കൂടെ അവിടെ ഉണ്ടായിരുന്നു. അതാണ് ഇതിന്റെ വസ്തുത. ഇതേ സാധനം ബ്രസീലിന്റെ പൊട്ടിത്തെറിയിൽ, അതുപോലെ തന്നെ കഴിഞ്ഞ 2024 ഫ്രാൻസിലുണ്ടായ പൊട്ടിത്തെറിയിൽ, 2014 പൊട്ടിത്തെറിയിൽ, അതുപോലെ അമേരിക്കയിലുണ്ടായ പൊട്ടിത്തെറിയിൽ, ഇങ്ങനെ ഗ്ലോബലി പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്ന പൊട്ടിത്തെറികളിലെല്ലാം ഈ സാധനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഹിസ്റ്ററി പറയുന്നത്. ആ സെയിം സാധനമാണ് ഇപ്പം ഇവിടെ ഇന്ത്യക്കുള്ളിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് കൊണ്ടുവന്നതിൽ ബംഗ്ലാദേശിന് വലിയ തോതിലുള്ള പങ്കുണ്ടെന്നാണ് പറയുന്നത്. ഇത് ഓപ്പോസിറ്റ് ലീഡറുകൾ അവിടെ 40 ടൺ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും 40 ടൺ ആവാൻ സാധ്യതയില്ല. പക്ഷേ ഇന്ത്യക്കുള്ളിൽ കടത്തിയതിൽ നിർണായകമായിട്ടുള്ള പങ്ക് ബംഗ്ലാദേശിനുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ ഇതിനകത്ത് ഒരു മാപ്പ് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഈ മാപ്പ് ശരിക്കും ബംഗ്ലാദേശിൽ നിന്നും കൊൽക്കത്ത വരെയുള്ള റെയിൽവേ റൂട്ട്, ബംഗ്ലാദേശിൽ നിന്നുമല്ല, ഇന്ത്യയുടെ ബംഗ്ലാദേശ് ബോർഡറിലുള്ള ആ ഒരു വില്ലേജ് വരെ, ഇന്ത്യയുടെ വെസ്റ്റ് ബംഗാളിലുള്ള, അതായത് ബംഗ്ലാദേശിന്റെ ബോർഡർ വരെ പോകുന്ന റെയിൽവേ ലൈൻ ത്രൂ ആണ് ഇത് നടന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ഇതിനെക്കുറിച്ചുള്ള ഒരു മാപ്പ് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മുർഷിദാബാദിലുള്ള ഒരു ലാസ്റ്റ് എൻഡ് പോയിന്റ്, ആ റെയിൽവേ ട്രാക്ക് അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അതായത് അവിടെയാണ് നമ്മുടെ റെയിൽവേ ട്രാക്ക് അവസാനിക്കുന്നത്. ആ സ്റ്റേഷൻ വരെ ഉണ്ട് നമ്മുടെ റെയിൽവേ ലൈൻ. അപ്പോൾ അത് ത്രൂ വളരെ എളുപ്പത്തിൽ തന്നെ ഈ ബംഗ്ലാദേശികൾ അതിലൂടെ കടന്നു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ രീതിയിൽ മുർഷിദാബാദ് ടു കൊൽക്കത്ത വരെ അവർക്ക് യാത്ര ചെയ്യാൻ പറ്റും. അപ്പം എല്ലാ ട്രെയിനും എല്ലായ്പ്പോഴും സർവൈലൻസിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം എന്തുകൊണ്ടാണ് ഇന്ത്യക്കുള്ളിൽ അവർ ഇത്രയും നാളും അവർക്ക് ഈ ഒരു സ്ലീപ്പർ സെൽ അവരുണ്ടായിരുന്നു, പക്ഷെ അവർ ആക്ടിവേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ലോങ് ടേം കണക്ടിവിറ്റിയാണിത്. അപ്പോൾ ഇതുകൊണ്ട് എന്തിനാണെന്ന് വെച്ചാൽ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയ സമയത്ത് ഈ മസൂദ് അസറിൻ്റെയും അതേപോലെ ഹാഫിസ് സയ്യിദ് എന്ന് പറഞ്ഞ ആ തീവ്രവാദിയുടെയും ഇവരുടെയൊക്കെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയുടെ ആക്രമണത്തിൽ. അതേപോലെ തന്നെ ഇവരുടെ മദ്രസകൾ, ഇതെല്ലാം തന്നെ മതപഠന കേന്ദ്രങ്ങൾ, ഇതെല്ലാം തന്നെ തച്ച് തകർത്തിട്ടുണ്ട് ഇന്ത്യ.
അപ്പോൾ അതിൻ്റെ ഒരു വാശി തീർക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആ കുടുംബാംഗങ്ങളുടെ ഫ്യൂണറൽ സെറമണി കഴിഞ്ഞ ഉടനെ തന്നെ ഇവരൊരു എമർജൻസി മീറ്റിംഗ് വിളിച്ചു കൂട്ടി ഇവർ തീരുമാനിക്കുകയാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളുടെ സെല്ലുകളെ ആക്ടിവേറ്റ് ചെയ്യണം. അങ്ങനെയാണ് ഈ ഉറക്കത്തിൽ കിടന്ന ആൾക്കാർ, ഈ ഉറക്കം നടിച്ച് കിടന്ന ഈ ഒരു ഏജന്റുമാരെ ഇവർ കണക്ട് ചെയ്യും. ഇതിൽ പ്രധാനപ്പെട്ട കണക്ടിവിറ്റി ആയിട്ട് ഫസ്റ്റ് നെയിം പറയുന്നത് ഈ ലേഡിയുടെ പേരാണ്. ഷഹീൻ ഷൈൻ എന്ന് പറഞ്ഞ ആ ഒരു ലേഡിയുടെ പേരാണ് ഇവിടെ പറയുന്നത്. ആ ലേഡിയാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ പിന്നീട് കോർഡിനേറ്റ് ചെയ്തതായിട്ട്. പിന്നെ പല ഘട്ടങ്ങളിലായിട്ട് ഇന്റർനാഷണൽ കണക്ഷൻ വെച്ചിട്ടാണ് ഈ മറ്റുള്ള ഡോക്ടേഴ്സിനെയൊക്കെ കൺവിൻസ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ തുർക്കിയുടെ ഇൻവോൾവ്മെന്റ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. പക്ഷേ ബംഗ്ലാദേശ് ഒരു കീ പോയിന്റ് ആയിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അതിലുപരിയായിട്ട് അജ്ഞാതനെ വെച്ച് തട്ടിക്കളഞ്ഞിട്ടുണ്ട്. അത് ലഷ്കറിന്റെ കോ ഫൗണ്ടർ ആയിട്ടുള്ള അമീർ ഹംസ, അതുപോലെ തന്നെ അബ്ദുൾ റൌഫ് പോലത്തെ ആൾക്കാരെയൊക്കെ അജ്ഞാതനെ കൊണ്ട് തട്ടിക്കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ചേർത്തുള്ള ഒരു ചൊടി, ഒരു വെറുപ്പ് അത് ഇന്ത്യയോടുണ്ട്. അതല്ലാതെ തന്നെ അവർക്കുണ്ട്. ഇന്ത്യയോട് വിരോധമുള്ളത് കൊണ്ടാണല്ലോ പതിറ്റാണ്ടുകളായിട്ട് അവർ തീവ്രവാദം ഇറക്കി കളിക്കുന്നത്. അപ്പോൾ ഈ കാർഡ് അവർ ഇറക്കുന്നതിൻ്റെ കാരണം തന്നെ ഇന്ത്യയോടുള്ള ശത്രുതാ മനോഭാവമാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ ഒരു പ്രത്യേക ഇൻസിഡൻറ്റിലൂടെ അവർക്ക് വലിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഇന്ത്യയോട് സ്പെഷ്യലായിട്ട് തോന്നിയെന്ന് പറയുന്നതിനേക്കാളും ഉപരിയായിട്ട് ഇതൊരു അവസരമായിട്ട് അവർ ഉപയോഗിക്കുന്നു. അതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഇപ്പം നിലവിൽ 40 മുതൽ 50 ഡോക്ടേഴ്സാണ് ഈ തീവ്രവാദികൾ എന്നുള്ള രീതിയിൽ NIAയുടെ സർവൈലൻസിലും ഇൻവെസ്റ്റിഗേഷനിലും തുടരുന്നത്. മിനിഞ്ഞാന്ന് 30 ഡോക്ടർമാർ അവിടെ നിന്ന് മിസ്സിംഗ് ആയിരുന്നു, അൽഫല മെഡിക്കൽ കോളേജിൽ നിന്നും. ഇന്നലെ 15 ഡോക്ടേഴ്സ് മിസ്സിംഗ് ആണ്, അഡീഷണൽ 15. അപ്പോൾ അതായത് ഈ ഡോക്ടേഴ്സ് എല്ലാം അവിടെ നിന്ന് മുങ്ങാണ്. ഇതാണ് പൊതുവിൽ നടക്കുന്നത്. ഒരുത്തനെ ഇന്നലെ വെസ്റ്റ് ബംഗാളിൽ നിന്നും പൊക്കിയിട്ടുണ്ടായിരുന്നു. അവനാണ് ബംഗ്ലാദേശിലേക്കുള്ള ലീഡ് കൊടുക്കുന്നത്. അവൻ ബംഗ്ലാദേശിൽ തന്നെ മെഡിക്കൽ പഠനം പൂർത്തിയാക്കിയിട്ട് ഇന്ത്യയിലേക്ക് വന്ന വ്യക്തിയാണ്. എല്ലാവർക്കും അറിയാം, ഈ ബംഗ്ലാദേശിന്റെ ഉള്ളിൽ UNSനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞ ആ സംഘടനയ്ക്കൊപ്പം നിലയുറപ്പിച്ച് നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളാണ്. അതും പ്രത്യേകിച്ച് കോളേജ് വിദ്യാർത്ഥികൾ. ഇങ്ങനത്തെ കോളേജ് വിദ്യാർത്ഥികളുടെ ആ ഒരു സപ്പോർട്ടിലാണ് ഈ ജമാഅത്ത് ഇസ്ലാമി ബംഗ്ലാദേശിന്റെ ഉള്ളിൽ തഴച്ച് വളരുന്നത്. അപ്പോൾ ഈ കോളേജ് വിദ്യാർത്ഥികളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കോളേജ് വിദ്യാർത്ഥികളെ മാനിപ്പുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് മദ്രസയിൽ കൊടുക്കുന്ന പഠനം തൊട്ട് തന്നെ, അവരുടെ ചൈൽഡ്ഹുഡ് തൊട്ട് തന്നെ അവർ ഈ രീതിയിലാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിനകത്ത് കൂടുതൽ ഡോക്ടേഴ്സ് ഇങ്ങനെ ചിന്തിച്ചോ, ഡോക്ടേഴ്സ് ഇങ്ങനെ ആയി, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയൊക്കെ ആവും, ഇങ്ങനെയൊക്കെ അവർക്ക് ആവാൻ പറ്റൂ. ഇനി NIA ഇന്ന് അമീർ റാഷിദ് അലി എന്ന് പറഞ്ഞ ഒരുത്തനെ പൊക്കിയിട്ടുണ്ട്. ഈ അമീർ റാഷിദ് അലി എന്ന് പറയുന്നവൻ എക്സ്പേർട്ടാണ്. എന്താണ് ഈ പിടിച്ചെടുത്ത വെടിമരുന്നില്ലേ, ഈ വെടിമരുന്നെല്ലാം സെറ്റപ്പ് ചെയ്ത് ഇങ്ങനെ പൊട്ടുന്ന സാധനമായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതിൽ എക്സ്പേർട്ടാണ് ഈ അമീർ റാഷിദ് അലി. ഇവൻ ഈ പൊട്ടിത്തെറിച്ച ഉമർ നബിയുടെ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ ഇവന് വളരെ ക്ലോസ് കോണ്ടാക്ട് ഉണ്ട് എന്നാണ് പറയുന്നത്. അന്വേഷണത്തിൽ തെളിഞ്ഞതിൻ്റെ പേരിലാണ് ഇവനെ പൊക്കി അകത്തിട്ടിരിക്കുന്നത്. ഇപ്പോൾ മുർഷിദാബാദിലെ ലാൽഗോല എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തു നിന്നാണ് കൊൽക്കത്തയിലേക്ക് ഈ ഒരു ട്രെയിൻ സർവീസ് ഉള്ളത്. ഇപ്പം ഈ ലാൽഗോല എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് യുവമാർ നുഴഞ്ഞു കയറുന്നത്. അതായത് എവിടെന്നെങ്കിലൊക്കെ മുർഷിദാബാദ് ത്രൂ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യക്കുള്ളിൽ ഇങ്ങനെ നുഴഞ്ഞു കയറുക, എന്നിട്ട് ഈ ട്രെയിൻ കണക്ടിവിറ്റി വഴി ത്രൂ ഔട്ടിങ് വെസ്റ്റ് ബംഗാളിൻ്റെ ഉള്ളിലൂടെ ഇങ്ങ് വരിക. പിന്നെ ഒരു പരിധി വരെ വെസ്റ്റ് ബംഗാളിൻ്റെ ഗവൺമെൻറ്റിനെ നമുക്ക് ഇതിനകത്ത് ബ്ലെയിം ചെയ്യേണ്ടി വരും. കാരണം ഇലക്ഷൻ നടന്നാലും, സമ്മേളനം നടന്നാലും, മീറ്റിംഗ് നടന്നാലും, എന്ത് നടന്നാലും ബംഗ്ലാദേശിൽ നിന്ന് കുറേ ആൾക്കാരെ ഇങ്ങനെ, പൊളിറ്റീഷ്യൻസിൻ്റെ ഒരു അജണ്ടയാണ് ഈ ആൾക്കാരെ കൂട്ടുക എന്നുള്ളത്. അപ്പം അങ്ങനെ ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇവർ ബിരിയാണി പൊതിയും 150 രൂപയും കൊടുത്ത് ബംഗ്ലാദേശിൽ നിന്ന് വരെ ആളെ ഇറക്കുന്ന ടീമുകളാണ് വെസ്റ്റ് ബംഗാൾ ഭരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനകത്തൊന്നും പറയാനില്ല. ഇത് പഞ്ചാബ് പാകിസ്ഥാൻ ആക്സിസ് ആണ്. ഈ പഞ്ചാബ് മേഖലയിലുള്ള ബോർഡർ, അതായത് പാകിസ്ഥാൻ പഞ്ചാബിൽ നിന്നും ഇന്ത്യൻ പഞ്ചാബിലോട്ട് ഇന്ത്യയിലുള്ള കുറച്ച് പഞ്ചാബികൾ പാകിസ്ഥാൻ്റെ ഉള്ളിൽ നിന്നും ഡ്രോൺ മുഖേന മരുന്ന് കടത്തുന്നു എന്നുള്ളതാണ് ഈ ഒരു വാർത്ത. ഈ മരുന്ന് കടത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരു 3 പേരെ പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. യുവമാരുടെ സ്ഥിരം പ്രവൃത്തി ഇതാണ്. അതായത് എത്രത്തോളം പോലീസുകാർ യുവമാരെ പിടിക്കുന്നുണ്ടോ അത്രത്തോളം യുവമാരെ വീണ്ടും ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ ഏതാണ്ട് 8ാമത്തെ 9ാമത്തെ അറസ്റ്റാണ് ഈ വർഷം പഞ്ചാബ് കേന്ദ്രീകരിച്ച് ഇതേമാതിരിയുള്ള മരുന്ന് കേസിൽ പിടിക്കുന്നത്. അപ്പോൾ ഈ ബംഗ്ലാദേശുമായിട്ട് ബന്ധപ്പെട്ട വിഷയം നമ്മൾ തുടരെ ഏതാണ്ട് 25 ദിവസങ്ങൾക്ക് മുമ്പ് തൊട്ടേ സംസാരിച്ച് തുടങ്ങിയതാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ബംഗ്ലാദേശിനെ കുറിച്ചുള്ള ഈ ഒരു വിഷയം നമ്മൾ അത്ര ശക്തമായി തന്നെ നമ്മൾ ഉടനീളം വീഡിയോകളിൽ സംസാരിച്ചിട്ടുണ്ട്. ഇന്നലെ ബലൂചിസ്ഥാനികൾ ഒരു ആക്രമണം, സെയിം ജാഫർ എക്സ്പ്രസ്സിന് റിമോട്ട് ബോംബ് വെച്ച് തകർത്തിരിക്കുകയാണ്. അതിന് ശരിക്കും നല്ല രീതിയിലുള്ള ഒരു പൊട്ടിത്തെറിയാണ്. അതിൽ ഏതാണ്ട് 16ഓളം പാകിസ്ഥാൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് വരുന്നത്. 16ഓളം പാകിസ്ഥാൻ പട്ടാളക്കാർ. പാകിസ്ഥാൻ്റെ ഒരു പ്രൊവിൻസാണ് ഖൈബർ പക്തുൻവ. ഈ ഖൈബർ പക്തുൻവയുടെ ചീഫ് മിനിസ്റ്റർ സൊഹൈൽ പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ്റെ ആർമി ഒരു അനുവാദവുമില്ലാണ്ട് ജസ്റ്റ് കയറി വന്നിട്ട് സെലിബ്രേഷൻസ് നടക്കുന്ന വീടുകൾ, അതായത് കല്യാണ വീടായിക്കോട്ടെ, അതേപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഫംഗ്ഷൻസ് നടക്കുന്ന വീടുകളിൽ വന്നിട്ട് കുറേ ആൾക്കാരെ അങ്ങ് വെടിവെച്ചിട്ട് അങ്ങ് പോവുകയാണ്. ചോദിച്ചാൽ തീവ്രവാദികളാണ് എന്നുള്ള രീതിയിലുള്ള പേരിലാണ് ഈ വെടിവെപ്പ് നടത്തുന്നത് എന്നാണ് പറയുന്നത്. ഇത് തികച്ചും അനധികൃതമായിട്ടുള്ള പെരുമാറ്റമാണ്. ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ല.
ഇത് സിവിലിയൻസിനെയാണ് അവർ ഉപദ്രവിക്കുന്നത്. ഈ ഒരു രാജ്യത്തിനുള്ളിലുള്ള ഒരു സ്റ്റേറ്റ് ഭരിക്കുന്ന ചീഫ് മിനിസ്റ്റർ തന്നെ ആ രാജ്യത്തിൻ്റെ ആർമിക്കെതിരെയാണ് സംസാരിച്ചിരിക്കുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്നിട്ട് പുള്ളിക്കാരൻ അവസാനം പറഞ്ഞു വെക്കുന്നത് ഇതേ രീതിയിൽ തുടരുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഖൈബർ പഖ്തൂൺവ മേഖല ഒരു സെപ്പറേറ്റ് രാജ്യമായിട്ട് തന്നെ മാറ്റിയെടുക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ചൈന അവരുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് അഫ്ഗാനിസ്ഥാൻ ത്രൂ കസഖസ്ഥാൻ ത്രൂ ഉസ്ബെക്കിസ്ഥാൻ വരെയുള്ള ട്രെയിൻ റൂട്ട് ആക്ടിവേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി ഈ റെയിൽ മാർഗമുള്ള ചരക്ക് നീക്കം തകൃതിയായിട്ട് ചൈന അഫ്ഗാനിസ്ഥാൻ ത്രൂ ഇന്നലെയാണ് അതിൻ്റെ ഇനോഗ്രേഷൻ നടന്നത്. ഇത്രയും കാലം ചൈന ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് നടത്തുന്നുവെങ്കിലും ഇപ്പം നടത്തിയിരിക്കുന്ന ഈ ഒരു സക്സസ്, ഇതാണ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിലെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത്രയും കാലം ചൈന ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൻ്റെ പുറകിൽ നിന്നെങ്കിലും ഈ ഒരു പദ്ധതിയാണ് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ചൈനയ്ക്ക് നടത്തിയെടുക്കാൻ പറ്റിയത് ഈ BRI പ്രോജക്റ്റിൽ. അങ്ങനെ 70 ടൺ ഈ മെഡിസിൻ ഉൾപ്പെടെയുള്ള അത്യാവശ്യ സാധനങ്ങൾ കുറേ ഇന്ത്യ അഫ്ഗാനിസ്ഥാന് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഉക്രൈൻ്റെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആക്രമണങ്ങൾ ഒരു സൈഡിൽ നടക്കുന്നുണ്ടെങ്കിലും സെലൻസ്കി ആണെങ്കിൽ പെട്ടിരിക്കുകയാണ്. അത് ഈ കറപ്ഷൻ ടീമിൻ്റെ അടുത്താണ് പെട്ടിരിക്കുന്നത്. ആൻറ്റി കറപ്ഷൻ ബ്യൂറോയാണ് സെലൻസ്കിയെ ബാക്ക് ടു ബാക്ക് ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ സെലൻസ്കി 2 മിനിസ്റ്റർമാരെ എടുത്ത് കളഞ്ഞെങ്കിലും ഈ കറപ്ഷൻ്റെ പേര് ദോഷം മാറുന്നില്ല എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ കറപ്ഷനെതിരെ വളരെ ശക്തമായിട്ടുള്ള നടപടിയെടുക്കുന്നുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെയാണ് സെലൻസ്കി പറയുന്നത്. അതിനെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടികൾ കൊണ്ടുവരും, കറപ്ഷൻ ആരും ചെയ്യരുതെന്നുള്ള നിലയിലുള്ള ആഹ്വാനങ്ങളൊക്കെ സെലൻസ്കി ഇപ്പോൾ നടത്തുന്നുണ്ട്. അതായത് ഇപ്പം യുദ്ധത്തിൽ നിന്നും ചെറുതായിട്ടൊന്ന് ഡീവിയേറ്റ് ചെയ്തിട്ട് ഇപ്പം രാജ്യ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരു രാജ്യം ഭരിക്കുന്ന ഒരു പ്രസിഡന്റ് ആണ് എന്നുള്ള നിലയിൽ ജനങ്ങൾക്ക് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഇപ്പം സെലൻസ്കിയുടെ വായിൽ നിന്ന് പുറത്തു വന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ പുറകിൽ സെലൻസ്കിയുടെ കറപ്ഷൻ മറച്ചു വെക്കാനുള്ള തത്രപ്പാടാണെന്നുള്ളതാണ് പൊതുവിൽ വരുന്ന അഭിപ്രായം. ഉക്രൈൻ്റെ എനർജി നീഡിന് വേണ്ടിയിട്ട് ഗ്രീസുമായിട്ട് ഉക്രൈൻ 2 ബില്യൺ യൂറോയുടെ എഗ്രിമെന്റ് കരാർ സൈൻ ചെയ്തിട്ടുണ്ട്, എനർജി ഡീൽ. അത് പ്രത്യേകിച്ച് ഇപ്പം ഗ്രീസ് എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാമല്ലോ, ഇസ്രായേലിന്റെ എനർജിയൊക്കെ ഇപ്പോൾ ഗ്രീസ് ത്രൂ ആണ് സപ്ലൈ നടക്കാൻ പോകുന്നത്. ഇപ്പം ഇസ്രായേൽ ശരിക്കും ഫ്ലീറ്റ് വഴിയാണ് ഈ ഓയിലൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, ടാങ്കർ ഫ്ലീറ്റുകൾ വഴി. പക്ഷെ അത് പൈപ്പ് ലൈനായിട്ട് മാറ്റാനുള്ള ശ്രമത്തിലാണ്. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഇതിന് മുമ്പ് തന്നെ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. ഈ ലൂക്കോയിൽ, റോസ്നെഫ്റ്റ് എന്ന് പറഞ്ഞ 2 റഷ്യൻ സ്ഥാപനങ്ങൾക്കും എണ്ണ വിൽക്കുന്ന എണ്ണ കമ്പനികൾക്കെതിരെ അമേരിക്ക, യൂറോപ്പ് ഉൾപ്പെടെ സാങ്ഷൻ ഏർപ്പെടുത്തിയെങ്കിലും ഹംഗേരി അമേരിക്കയിൽ ചെന്ന് ട്രംപിനെ കണ്ടിട്ട് ഒരു സുഹൃത്ത് ബന്ധത്തിന്റെ പേരിൽ ലൂക്കോയിൽ നിന്നും എണ്ണ വാങ്ങിക്കാനുള്ള ഒരു പെർമിഷൻ, ഒരു എക്സംഷൻ മേടിച്ചിട്ട് വന്നതിനെ തുടർന്ന് തുടർച്ചയായിട്ട് 15 രാജ്യങ്ങൾ ഇപ്പം ലൂക്കോയിൽ നിന്നും എണ്ണ വാങ്ങുന്ന സ്ഥിതിയാണ് ഇപ്പം രൂപപ്പെട്ടിരിക്കുന്നത്. ട്രംപിന് ഇപ്പോൾ ഇത് പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. ഒരു രാജ്യത്തിന് വേണ്ടി മാത്രമായിട്ട് ഒരു എക്സംഷൻ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അവന് കൊടുക്കുന്നെങ്കിൽ എനിക്കും വേണം, അത് തന്നെയാണ് അവസ്ഥ. അപ്പം അങ്ങനെ ഹംഗേരി എക്സംഷൻ മേടിച്ചതിനെ തുടർന്ന് 15 രാജ്യങ്ങൾ ഇപ്പം യൂറോപ്പിൽ ഈ ലൂക്കോയിലിൻ്റെ അടുത്തും റോസ്നെഫ്റ്റിൻ്റെ അടുത്തും എണ്ണ വാങ്ങിക്കുന്നു എന്നാണ്, ഈ എനർജി വാങ്ങിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇപ്പോൾ അമേരിക്കയും യൂറോപ്പും ചേർന്ന് പറയുന്നത് ഈ 19ാം ഘട്ട സാങ്ഷൻസ് റഷ്യയുടെ മേളിൽ നമ്മൾ കൊണ്ടുവന്നതിൽ, പ്രത്യേകിച്ചും ഈ ലൂക്കോയിൽ, റോസ്നെഫ്റ്റ് ഈ കമ്പനികൾക്ക് മേളിൽ നമ്മൾ കൊണ്ടുവന്ന ഉപരോധം യൂസ്ലെസ് ആയിരിക്കുകയാണ് എന്നാണ് ഇപ്പം അവരുടെ തന്നെ വിലയിരുത്തൽ. ട്രംപ് ആണെങ്കിൽ ഏതാണ്ട് 200 പ്രോഡക്റ്റുകൾക്ക് താരിഫ് ഒഴിവാക്കിയിരിക്കുകയാണ്. അതൊരു വലിയ സ്റ്റോറിയാണ്, അത് നമുക്ക് പിന്നീട് നോക്കാം. ആ ടോപ്പിക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ കഴിയില്ല, അത് കുറച്ച് ബ്രീഫായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കാരണം അമേരിക്കയിൽ 200 പ്രോഡക്റ്റിന് താരിഫ് നീക്കം ചെയ്തിരിക്കുകയാണ്. കാരണം അത്രമാത്രം പണപ്പെരുപ്പം, അതാണ് പ്രശ്നം. ട്രംപിന് കാര്യം മനസ്സിലായി, അതിൻ്റെ എക്സിക്യൂട്ടീവ് ഓർഡർ ഇന്ന് സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് രാജ്യങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടും. പ്രത്യേകിച്ച് അഗ്രികൾച്ചർ പ്രോഡക്റ്റൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അമേരിക്കയ്ക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് വേണ്ട സാധനങ്ങളെല്ലാം ഇതിനകത്ത് ഉൾപ്പെടും. അപ്പം പൊതുവിൽ താരിഫ് ഇല്ലാതാക്കിയിരിക്കുകയാണ്. അതാണ് നമുക്ക് ഒറ്റ ലൈനിൽ ഇതിനകത്ത് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും കുറേ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.